സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെ ഡി.കെ. ശിവകുമാറിനെ അടുത്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനായി കോൺഗ്രസിന്റെ നിർണായക യോഗം ശനിയാഴ്ച നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് ഡി.കെ. ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ നടത്താനാണ് നീക്കം. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചന. ശനിയാഴ്ച വൈകിട്ട് ചേരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സിദ്ധരാമയ്യ തന്നെയാകും മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാറിന്റെ പേര് പ്രഖ്യാപിക്കുക. ഇത് പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് തോന്നിപ്പിക്കാനുള്ള ഹൈക്കമാൻഡിന്റെ ചരടുവലി തന്നെയാണ്. സമവായത്തിനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതാക്കൾ. ഇതിനിടെ തനിക്കൊപ്പം നിൽക്കുന്നവരെ പുതിയ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് സിദ്ധരാമയ്യ കരുക്കൾ നീക്കി തുടങ്ങി. സിദ്ധരാമയ്യ മന്ത്രിസഭയിലുണ്ടായിരുന്ന 13 പേർ പുതിയ മന്ത്രിസഭയിലും സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ച് എം.എൽ.എമാരും നെട്ടോട്ടത്തിലാണ്. മന്ത്രിസ്ഥാനം നോട്ടമിട്ട് 17 എം.എൽ.എമാരാണ് സിദ്ധരാമയ്യർക്കും ഡി.കെയ്ക്കും ഒപ്പം ഡൽഹിയിൽ തങ്ങുന്നത്. സതീഷ് ജാർക്കോളിയെ കെ.പി.സി.സി സ്ഥാനം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഫോണിൽ വിളിച്ചു. പക്ഷേ മന്ത്രിസ്ഥാനം കൂടി വേണമെന്ന നിലപാടിലാണ് അദ്ദേഹം. ഇതിനിടെ സിദ്ധരാമയ്യയുടെ രാജിക്ക് പിന്നാലെ അദ്ദേഹത്തിന് ആദരമർപ്പിച്ച് ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ രംഗത്തെത്തി. ഹൃദയസ്പർശിയായ പോസ്റ്റിൽ കർണാടകയ്ക്ക് വേണ്ടി സിദ്ധരാമയ്യ ചെയ്ത കാര്യങ്ങൾക്ക് അദ്ദേഹം നന്ദിയും രേഖപ്പെടുത്തി. പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള സിദ്ധരാമയ്യയുടെ കഴിവിനെയും നേതൃപാടവത്തെയും സാമൂഹിക നീതിയോടുള്ള പ്രതിബദ്ധതയെയും ശിവകുമാർ പ്രശംസിച്ചു. അദ്ദേഹത്തിന്റെ ജനക്ഷേമ ഭരണത്തെയും കർണാടകയുടെ വികസനത്തിന് നൽകിയ സംഭാവനകളെയും ഡി.കെ. ശിവകുമാർ തന്റെ പോസ്റ്റിൽ ഉയർത്തിക്കാട്ടി. എന്തായാലും ശനിയാഴ്ച നടക്കുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ അറിയാം തിങ്കളാഴ്ച മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും മാത്രമാണോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അതോ പൂർണ്ണ മന്ത്രിസഭയാണോ എന്ന്.